എന്നുള്ള നിലയിൽ പല എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് ഇടപെടുന്നത്. മാധ്യമങ്ങളും ഇതിൽ വലിയ പോസിറ്റീവ് റോൾ വഹിച്ചത് കൂടുതൽ രക്ഷാപ്രവർത്തനം സജീവമാക്കുന്നതിന് ഇടപെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു, അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിച്ചിരുന്നു. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഈ അലംഭാവം ഉണ്ടായതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വളരെ വേഗത കുറഞ്ഞാണ് രക്ഷാപ്രവർത്തനം എന്നൊക്കെ ആക്ഷേപം ഇതിനോടകം ബന്ധുക്കൾ ഉന്നയിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണ്. അതിനെല്ലാവരും യോജിച്ച് നിന്ന് മുന്നോട്ട് പോവുക. എന്തെങ്കിലും പോരായ്മയോ മറ്റോ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു നിലപാടിപ്പോൾ സ്വീകരിക്കേണ്ട ഒരു സമയമല്ലത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിലിറ്ററി വരുമെന്നുള്ള അല്ല, ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണോ ഇത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് സാധിക്കുക അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം. മന്ത്രി മുഹമ്മദ് റിയാസാണ് പ്രതികരിച്ചത്. ശ്രീ രവീന്ദ്രൻ, താങ്കളും മന്ത്രിയുടെ വാക്കുകൾ കേട്ടു എന്ന് തോന്നുന്നു. സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് മന്ത്രി പറയുന്നു. രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഏകോപനത്തിലും പങ്കാളിയാവുന്നുണ്ടെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. അപ്പോൾ നമുക്ക് പ്രതീക്ഷ പുലർത്താം. ശ്രീ രവീന്ദ്രൻ, ആ മേഖല അത് ഒരു വല്ലാത്ത രീതിയിൽ മണ്ണിടിച്ചിൽ തുടരുന്നുണ്ട്. അപ്പോൾ അതും ഈ ദൗത്യത്തിന് വലിയ തടസ്സം നിൽക്കുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം. നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. ഇപ്പോൾ തൊട്ടു മുമ്പ് ആ രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞ് പോകുന്നുണ്ട്. വലിയ തോതിൽ ഈ ഹിറ്റാച്ചി കൊണ്ട് അങ്ങോട്ട് കയറി മണ്ണ് മാറ്റാൻ കഴിയില്ല. അപ്പോൾ വലിയ തോതിൽ അത് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അത് കൂടുതൽ അപകടത്തിലേക്കാണ് നയിക്കുക. ഈ അവിടെ അപ്പോൾ പോലും ഇപ്പൊ ബൈജു പറഞ്ഞ വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ പ്രതിനിധി ബൈജു പറഞ്ഞു ഏകോപനത്തിൽ പാളിച്ച വന്നിട്ടുണ്ട് എന്ന് ഏറെക്കുറെ മൗനമായിട്ടെങ്കിലും അവർ സമ്മതിക്കുന്നുണ്ട്. കർണാടക അധികൃതർ, കർണാടക സർക്കാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ. അതിൽ എന്താണ് നിങ്ങൾ പ്രതികരിക്കുക?